ജോസ് കെ മാണി അക്ഷരാർത്ഥത്തിൽ ധർമ്മസങ്കടത്തിലാണ്. LDF-ൽ നിൽക്കണോ അതോ UDF-ലേക്ക് പോകണോ? എന്ത് ചെയ്യണം? ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഇതിന്റെ പരിണതി എന്തായിരിക്കും? നമുക്ക് നോക്കാം. നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് TV-യിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിന് ഇനി 3 മാസമേ ഉള്ളൂ. ഈ മാസങ്ങൾ കേരള കോൺഗ്രസിനെയും ജോസ് കെ മാണിയെയും സംബന്ധിച്ച് നിർണായകമാണ്. പുറമെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നൽകിയ ഷോക്ക് അത്രമേൽ വലുതാണ്. കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിവേര് വരെ മാന്തുന്ന തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ സമ്മാനിച്ചത്. 60കളിൽ കേരള കോൺഗ്രസ് ജന്മം കൊണ്ടതിന് ശേഷം ഇന്നുവരെ ഉണ്ടാകാത്ത പ്രതിസന്ധിയാണിത്. കോൺഗ്രസിൽ നിന്ന് പിളർന്ന് പരേതരായ KM ജോർജും R ബാലകൃഷ്ണപിള്ളയും ഒക്കെ ചേർന്ന് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകുമ്പോൾ KM മാണി എന്ന അധികായനുണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹം ശുദ്ധ കോൺഗ്രസിലായിരുന്നു. കോൺഗ്രസിൽ R ശങ്കറിന്റെ നേതൃത്വത്തിൽ ഈഴവ സമുദായം പിടിമുറുക്കുകയും PT ചാക്കോയെ പോലെയുള്ളവർ പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്തതിലുള്ള രോഷമായിരുന്നു ഈ പാർട്ടിക്ക് ജന്മം നൽകിയത്. ക്രിസ്തീയ സഭകളുടെയും പരേതനായ കേരള കേസ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള നായർ സമുദായത്തിന്റെയും പിന്തുണയിലായിരുന്നു കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറിയത്. പിന്നീട് മന്നത്ത് പത്മനാഭൻ പിന്മാറി കേരള കോൺഗ്രസ് പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ലയിക്കണമെന്ന് ആഹ്വാനം നൽകിയെങ്കിലും ആരും അത് ചെവിക്കൊണ്ടില്ല. കേരള കോൺഗ്രസ് മുന്നോട്ട് പോയി. രൂപം കൊണ്ടതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലാണ് KM മാണി കേരള കോൺഗ്രസിലെത്തിയത്. പയ്യെ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം KM മാണിയുടെ പിടിയിൽ അമരുകയായിരുന്നു. അതോടെ KM ജോർജും R ബാലകൃഷ്ണപിള്ളയും പിളർന്നു മാറി. വലിയ കഷ്ണം എപ്പോഴും KM മാണിയുടെ കൂടെയായിരുന്നു. KM മാണിയുടേതായ ഒരു രാഷ്ട്രീയ സിദ്ധാന്തം തന്നെ കേരളത്തിലുണ്ട്. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നായിരുന്നു KM മാണി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. കേരള കോൺഗ്രസ് എത്ര തവണ പിളർന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. എത്ര ഗ്രൂപ്പുകൾ ജീവിച്ചിരിപ്പുണ്ടെന്നോ എത്ര ഗ്രൂപ്പുകൾ മരിച്ചെന്നോ എന്ന് കണ്ടെത്തണമെങ്കിൽ ഏറെ പാടാണ്. വളരും തോറും പിളരുമെന്ന KM മാണിയുടെ സിദ്ധാന്തം വളരെ ശരിയാണ്. സത്തയിൽ ചെറിയൊരു വ്യത്യാസം മാത്രം. പാർട്ടി വളരും തോറും അല്ല പിളർന്നത്, മറിച്ച് നേതാക്കന്മാർ വളരും തോറുമാണ് പിളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് LDF-ൽ 4ഉം UDF-ൽ 2ഉം കേരള കോൺഗ്രസുകളുണ്ട്. ഒരു കേരള കോൺഗ്രസ് BJP-യിലും ലയിച്ചിട്ടുണ്ട്. എത്ര പിളർപ്പുണ്ടായപ്പോഴും അതിലെ വലിയ കഷ്ണം KM മാണിയുടെ കൂടെയായിരുന്നു. KM മാണിയോട് ഇടിച്ചു നിൽക്കാൻ പറ്റിയത് PJ ജോസഫ് പിളർന്നു മാറിയപ്പോഴായിരുന്നു. എന്നും ഇരു പാർട്ടികളും ഇടിച്ചിടിച്ചാണ് നിന്നിരുന്നത്. ഇടയ്ക്ക് 1-2 തവണ ലയിച്ച് ഒന്നായെങ്കിലും വീണ്ടും പിളരുകയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ആരങ്ങളും ചേർന്നാൽ കിന്നരങ്ങളാകില്ലല്ലോ. എപ്പോഴൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടും KM മാണിയും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും കേരള രാഷ്ട്രീയത്തിൽ ഒറ്റക്കൊമ്പന്റെ തലപ്പൊക്കത്തിൽ നിന്നു. ലൈഫ് ബോയ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന പരസ്യവാചകം പോലെയായിരുന്നു KM മാണിയുടെ നിലപാട്. ഈയിടെ ജോസ് കെ മാണി പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ചെറിയൊരു തിരുത്തു വേണ്ടി വരുമെന്ന് തോന്നുന്നു. എവിടെ ഭരണമുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ടെന്ന് ആക്കുന്നതായിരിക്കും ഉചിതം. ഈ പാത പിന്തുടർന്ന് ഭരണമില്ലാത്ത 4 വർഷം അസ്വസ്ഥമാക്കിയപ്പോഴായിരുന്നു ഒടുവിൽ ജോസ് കെ മാണി LDF-ലെത്തിയത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണത്തിൽ കേരള കോൺഗ്രസ് കാട്ടിയ നെറുകേടിനെ തുടർന്ന് UDF-ൽ നിന്നും സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നായിരുന്നു ജോസ് കെ മാണി LDF-ലെത്തിയത്. KM മാണി എന്നും ചില നേരിന്റെ നേരുകൾ സൂക്ഷിച്ചിരുന്നു. തന്റെ പാർട്ടിയുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ള കർഷക ജനതയെയും പാർട്ടിയുടെ അടിക്കല്ലായ ക്രിസ്തീയ സഭകളെയും മറന്നുകൊണ്ടുള്ള ഒരു നിലപാട് ഒരിക്കലും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ LDF-ലെത്തിയപ്പോൾ ഇക്കാര്യത്തിൽ ജോസ് കെ മാണി അത്ര ശുഷ്കാന്തി കാട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അതിന് കഴിഞ്ഞില്ല. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനോ റബ്ബറിന്റെ വില ഉയർത്തുന്നതിനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ കഴിഞ്ഞില്ല. ഇത് കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. ഒപ്പം UDF-നെ വഞ്ചിച്ചെന്നുള്ള രോഷവും അവരെ രോഷാകുലരാക്കി. ഇതിന്റെ പ്രതിഫലനമായിരുന്നു ഈ കഴിഞ്ഞ പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കേരള കോൺഗ്രസ് തറവാട്ടിലൂടെ ആന തടിവലിച്ച അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തേഞ്ഞു നാമാവശേഷമായിരിക്കുന്നു. ഒരിക്കലും കൈവിട്ടിട്ടില്ലാത്ത പാലാ മുനിസിപ്പാലിറ്റിയും നിരവധി പഞ്ചായത്തുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൈവിട്ടു പോയിരിക്കുന്നു. KM മാണി 50 വർഷം പ്രതിനിധീകരിച്ചിരുന്ന പാലാ മണ്ഡലം ജോസ് കെ മാണിക്ക് അന്യമായിരിക്കുന്നു. കോട്ടയം പാർലമെന്റ് സീറ്റ് ജോസഫ് ഗ്രൂപ്പ് കൈയടക്കിയിരിക്കുന്നു. കേരള കോൺഗ്രസിന്റെ അടിത്തറയായ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾ ജോസ് കെ മാണിയെ കൈവിട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് UDF-ൽ ചേരാൻ രൂപതകൾ ജോസ് കെ മാണിക്ക് നിർദ്ദേശം നൽകിയത്. ജോസ് കെ മാണി അതിന് തയ്യാറാണ്. പക്ഷേ വിടാൻ LDF തയ്യാറല്ല. അവർ ആനുകൂല്യങ്ങളും വാഗ്ദാനങ്ങളും വാരിച്ചൊരിയുകയാണ്. അതിന്റെ തുടക്കമാണ് കേരളത്തിന്റെ കണ്ണായ കവടിയാറിൽ 30 സെന്റ് സ്ഥലം നൽകിയത്. ഒപ്പം മുഖ്യമന്ത്രി മന്ത്രിയായ റോഷി അഗസ്റ്റിനിൽ പിടിമുറുക്കിയിരിക്കുന്നു.
പാർട്ടി പിളർന്നാലും മുന്നണി വിടില്ലെന്ന നിലപാടാണ് റോഷി അഗസ്റ്റിനുള്ളത്. ഇവിടെയാണ് മുൻപ് പറഞ്ഞ വാചകം അന്വർത്ഥമാകുന്നത്. നേതാക്കന്മാർ വളരും തോറും പിളരും. റോഷി അഗസ്റ്റിനൊപ്പമാണ് ചീഫ് വിപ്പ് എൻ ജയരാജും MLA പ്രമോദ് നാരായണനും. ഇത് ജോസ് കെ മാണിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പാർട്ടി പിളർന്നാൽ ഭൂരിപക്ഷം റോഷിയുടെ കൂടെയാണ്. പാർട്ടിയുടെ പേരും ചിഹ്നവും സംസ്ഥാന കമ്മിറ്റി ഓഫീസും ജോസിന് നഷ്ടപ്പെട്ടേക്കാം. ഇതാണ് ജോസ് കെ മാണിക്ക് UDF-ലേക്ക് പൊക്കിയ കാൽ പിൻവലിക്കാൻ കാരണം. ഇതുവരെ മന്ത്രിയാകാൻ കഴിയാത്ത ദുഃഖം ചുമക്കുന്ന ജോസ് ഇനിയൊരു അവസരം ഉണ്ടായാൽ മറ്റൊരാളെ മന്ത്രിയാകാൻ അനുവദിക്കില്ല. മന്ത്രിസ്ഥാനം ലഭിച്ചതാണ് റോഷി വളരാനും പാർട്ടി പിളരാനും സാഹചര്യം ഒരുക്കുന്നത്. അത് ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും LDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകുകയും ജോസ് കെ മാണിക്ക് അത്യാവശ്യമാണ്. പക്ഷേ മധ്യ തിരുവിതാംകൂറിൽ അതിന് പറ്റിയ സീറ്റുകളില്ല. CPM-നെ ആശ്രയിച്ചേ പറ്റൂ. CPM-ന്റെ കോട്ടകളിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് തരപ്പെടുത്തിയേ മതിയാകൂ. അതിന് പറ്റിയത് കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും മലയോര മണ്ഡലമായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ CPM അതിന് സന്നദ്ധരാകുകയും ചെയ്യും. ഇങ്ങനെ വന്നാൽ ജോസ് കെ മാണി അങ്ങോട്ട് ചേക്കേറും. എന്ന് വെച്ചാൽ നാട് വിടുമെന്നർത്ഥം. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല. എന്താണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.